ഇപ്പൊ ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്. ക്യാമറയും ഈ ഫോട്ടോഗ്രാഫി ടെക്നിക്കുകൾ എവിടെ നിന്ന് വന്നതാ? ഈ മൊബൈൽ ഫോൺ ഇരിപ്പുണ്ട്. ആദ്യം ലോകത്ത് മൊബൈൽ ഫോൺ എവിടെ ഇറങ്ങിയത്? നിങ്ങൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അത് എവിടെ നിന്നാണ് വന്നത്? വൈദ്യുതി എവിടെ നിന്നാണ് നിങ്ങൾക്ക് അതിന്റെ ആശയം കിട്ടിയത്? എയർ കണ്ടീഷണർ ആരാണ് ആദ്യം കണ്ടുപിടിച്ചതും കൊണ്ടുവരികയും ചെയ്തത്? നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് അവരെ ആശ്രയിക്കാം, അവിടെ നിന്ന് കോപ്പി അടിക്കാമെങ്കിൽ ദൈനംദിന ജീവിതത്തിലും കോപ്പി അടിച്ച് ആ സിസ്റ്റത്തിൽ പോകുന്ന എന്താ തെറ്റ്? അതിങ്ങനെ കുറച്ചിലാവുന്നത്? ഞാൻ ചോദിക്കട്ടെ, വിമാന ടെക്നോളജി നമ്മളുടെ പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അത് നടത്തി കാണിക്കാൻ പറ്റിയില്ല. നമ്മുടെ ആശയപരമായിട്ട് ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. മെഡിസിൻ, ആയുർവേദം. പക്ഷെ അത് ഇന്ന് ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ നിങ്ങൾ ആയുർവേദ ഹോസ്പിറ്റലിൽ പോവുക, മോഡേൺ മെഡിസിന് പോവുക പെട്ടെന്ന് കൈയൊടിഞ്ഞാൽ. പണ്ടൊക്കെ എൻ്റെ ബാല്യകാലത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിലൊരു നാട്ടുവൈദ്യനുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്താണ് വന്നിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിനേക്കാൾ ക്വിക്കായിട്ട് കാര്യങ്ങൾ സയൻസിനെയും ടെക്നോളജി ആശ്രയിക്കാൻ തുടങ്ങി, ശാസ്ത്രീയമായ ജീവിതത്തെ ആശ്രയിക്കാൻ തുടങ്ങി. മാലിന്യ നിർമ്മാർജ്ജനം മുതൽ മനുഷ്യൻ ഓരോ ദിവസവും നേരിടുന്ന ഓരോ പ്രശ്നത്തിനും അവിടെ സൊല്യൂഷൻ അവർ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ പിന്നെ അവരെ മാതൃകയാക്കണം എന്നല്ല, പിന്നെ ഞാൻ ആരെ മാതൃകയാക്കണം എന്ന് പറയും?